ഓരോ യാത്രക്കും ഒരു മണ്ണിൻ്റെ മണമാണ് തുടക്കമായി ഉണ്ടാകുന്നത്. ഇന്ന് തൃപ്പങ്ങോട്ടൂരിൻ്റെ ശാന്തമായ വഴികളിൽ നിന്ന് ഒരു പ്രത്യേക യാത്രയ്ക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ്. ഈ നാട് ഞങ്ങൾക്ക് വെറും ഒരു സ്ഥലമല്ല, ഓർമ്മകളുടെയും വളർച്ചയുടെയും അടയാളമാണ്. അതേ വഴികളിലൂടെ ഇന്ന് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ മനസ്സ് പിന്നിലേക്കും മുന്നിലേക്കും ഒരുമിച്ച് സഞ്ചരിക്കുന്നു. കാരണം ഇതൊരു സാധാരണ യാത്രയല്ല, 100 വർഷങ്ങളുടെ പാരമ്പര്യവും അറിവും ആത്മീയതയും ഒന്നിക്കുന്ന ഒരു മഹാസമ്മേളനത്തിലേക്കുള്ള യാത്രയാണ്. വണ്ടി മുന്നോട്ട് പോകുമ്പോൾ ദൂരം മാത്രം പിന്നിലാകുന്നില്ല, കാലവും ചരിത്രവും നമ്മോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ഒടുവിൽ മുന്നിൽ തുറന്നു കിടക്കുന്ന ഒരു മഹാഘോഷത്തിൻ്റെ വേദി. ഇവിടെ നിന്നാണ് ഈ യാത്ര മറ്റൊരർത്ഥം തേടുന്നത്. നൂറ് വർഷങ്ങളുടെ ചരിത്രം ഒരൊറ്റയിടത്ത് കാണാൻ കഴിയുന്ന അപൂർവ അവസരമായിരുന്നു ഈ 100ാം വാർഷിക എക്സ്പോ. ഇവിടെ കടന്നു വരുമ്പോൾ അത് വെറും ഒരു പ്രദർശന ഹാളിലേക്കുള്ള പ്രവേശനം മാത്രമല്ലായിരുന്നു, കാലത്തിലേക്കുള്ളൊരു യാത്രയായിരുന്നു അത്. ഓരോ സ്റ്റാളും ഒരു കാലഘട്ടത്തെ പ്രതിനിധീകരിച്ചും ഓരോ കാഴ്ചയും ഒരു കഥ പറഞ്ഞും, ചിലത് വാക്കുകളില്ലാതെ, ചിലത് ഓർമ്മകളുടെ ശബ്ദത്തോടെ. വിദ്യാഭ്യാസ രംഗത്തെ സമസ്തയുടെ സംഭാവനകൾ ഇവിടെ വ്യക്തമായി മുന്നിൽ വന്നു. മദ്രസ പ്രസ്ഥാനങ്ങളുടെ തുടക്കം, വളർച്ച, വ്യാപനം എല്ലാം ക്രമബദ്ധമായി അവതരിക്കപ്പെട്ടിരുന്നു. പഴയ ഫോട്ടോകൾ മതിലുകളിൽ തൂങ്ങിയിരുന്നില്ല, അവ തലമുറകളുടെ മുഖങ്ങളായിരുന്നു. അറിവ് പകർന്നു കൊടുത്ത അധ്യാപകരുടെ, പഠിച്ചു വളർന്ന വിദ്യാർത്ഥികളുടെ, സേവനത്തിലൂടെ ജീവിതം അർപ്പിച്ച വ്യക്തികളുടെ മുഖങ്ങൾ. കയ്യെഴുത്ത് രേഖകളും അപൂർവ ഗ്രന്ഥങ്ങളും പഴയ പ്രസിദ്ധീകരണങ്ങളും കാലം എത്ര മാറിയാലും മൂല്യങ്ങൾ എങ്ങനെ നിലനിന്നു എന്നതിൻ്റെ തെളിവുകളായിരുന്നു. ഈ രേഖകൾ നമ്മോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നിശബ്ദമായി, പക്ഷേ വളരെ ശക്തമായി. പ്രസിദ്ധീകരണ മേഖലയിൽ സമസ്ത നടത്തിയ പ്രവർത്തനങ്ങൾ എക്സ്പോയിൽ പ്രത്യേകം ശ്രദ്ധ നേടി. അറിവ് പുസ്തകങ്ങളിലൂടെ വീടുകളിലേക്കും മനസ്സുകളിലേക്കും എത്തിച്ചൊരു ദീർഘയാത്ര. സാമൂഹിക സേവന മേഖലയിൽ നടത്തിയ ഇടപെടലുകളും സഹായ പ്രവർത്തനങ്ങളും ഈ പ്രസ്ഥാനത്തിൻ്റെ വിശാലമായ ദർശനം വ്യക്തമാക്കുന്നു. ഇത് മതപരമായ പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങിയ പ്രസ്ഥാനമല്ല എന്നത് എക്സ്പോ നമ്മോട് തുറന്നു പറഞ്ഞു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ സന്ദർശകർ വലിയ കൗതുകത്തോടെയും അഭിമാനത്തോടെയും ഈ ചരിത്രം കണ്ടറിഞ്ഞു. ചിലർ പഴയ ഫോട്ടോകൾക്ക് മുന്നിൽ നിശബ്ദരായി നിന്നു, ചിലർ പുസ്തകങ്ങൾ മറിച്ചു നോക്കി, ചിലർ അടുത്ത തലമുറക്ക് പറയാനുള്ള കഥകൾ മനസ്സിൽ കൂട്ടിച്ചേർത്തു. കാരണം ഇത് വെറും ഭൂതകാലമല്ല, ഇത് ഇന്നിൻ്റെ അടിത്തറയാണ്, നാളെയുടെ ദിശയും. 100 വർഷങ്ങൾക്ക് മുമ്പ് വിതച്ച ഒരു ആശയം ഇന്ന് ഇന്ത്യയാകെ വ്യാപിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷമായി മാറിയിരിക്കുകയാണ്. ഈ എക്സ്പോ അതിൻ്റെ ഒരു സാക്ഷ്യമാണ്.
നസറുദ്ദീൻ ഫൈസി കടബ, കർണാടകയിലെ പുത്തൂരിനടുത്തുള്ള കടബക്കാരനാണ്, എൻ്റെ ജ്യേഷ്ഠനും കൂടെയാണ്. അപ്പോൾ ഉസ്താദ് നിലവിൽ 9ാമത്തെ ജുസയിൽ എത്തി നിൽക്കുകയാണ്. 9ാമത്തെ ജുസയിൽ എത്തിയപ്പോൾ 1200 മീറ്റർ, ഇന്നലെ രാത്രി വരെ ആകുമ്പോൾ 1200 മീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. 5 കിലോമീറ്ററാണ് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത്. ഉസ്താദിനെ ഇത് കസീറത്തുൽ ബുറുദയാണിത്. 36 മീറ്റർ എന്നാണ് ലോക റെക്കോർഡാണ്. 36 മീറ്റർ എന്നുള്ള കസീറത്തുൽ ബുറുദ 21 മണിക്കൂർ കൊണ്ടല്ല ഇത് ലോക റെക്കോർഡ്. നിലവിലുള്ള ലോക റെക്കോർഡ് അപ്പുറത്തുള്ള ജസീം ഫൈസിയുടെ 1100 മീറ്ററുള്ള കസീറത്താണ്. അതിനേക്കാൾ 5 മടങ്ങായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ ആരും അതേ ആളായി തിരികെ പോയിട്ടില്ല. ഓരോ സന്ദർശകനും ഒപ്പം കൊണ്ടുപോയത് ഒരു ഓർമ്മ മാത്രമല്ല, ഒരു ഉത്തരവാദിത്തമാണ്. അറിവിൻ്റെ വെളിച്ചം എങ്ങനെ പകർന്നു നൽകണം എന്ന ബോധ്യം. സമസ്തയുടെ 100ാം വാർഷിക എക്സ്പോ ഒരു പ്രദർശനം മാത്രമല്ല, അത് ഒരു അനുഭവമാണ്, ഒരു പാഠമാണ്, ഒരു തുടർച്ചയാണ്. എക്സ്പോയിൽ അദ്ദേഹം പഠിക്കുന്ന സ്ഥാപനത്തെ പ്രതിനിധീകരിച്ച് സാന്നിധ്യം അറിയിച്ച ആഷിഖ് റഹ്മാനി അത് തൃപ്പങ്ങോട്ടൂരുകാർക്ക് വലിയൊരു അഭിമാനമാണ്. ഈ ചരിത്രം ഇനി ഓർമ്മയായി മാത്രം നിലനിൽക്കരുത്, അത് ജീവിതമായി മാറണം. അടിവശത്തേക്ക് ഇവിടെയൊക്കെ ഹോൾഡാവും, ഉൾവശത്തിൻ്റെ ഉൾവശം വെള്ളക്കെട്ട് നിർമ്മിച്ചിട്ടുണ്ടാവും. നേരെ വരുന്ന കാറ്റിനെ തണുപ്പിനുണ്ടാകും, വെള്ളക്കെട്ട് വെച്ചെടുക്കുക, ബാക്കിയുള്ള ചൂടിനെ പുറന്തള്ളപ്പെടും. എക്സ്പോയും മഹാസമ്മേളനവും പിന്നിലാക്കി നാം ഇപ്പോൾ മടങ്ങുന്നത് ഒരുപാട് ദൃശ്യങ്ങളോടൊപ്പമല്ല, ഒരുപാട് ചിന്തകളോടെയാണ്. കണ്ടത് കണ്ണുകൾ മറക്കും, കേട്ടത് ചെവികൾ മറക്കും, പക്ഷേ അനുഭവിച്ചത് മനസ്സ് മറക്കില്ല. 100 വർഷങ്ങൾ വെറും കാലയളവല്ല എന്ന് നമ്മൾ അവിടെ നിന്നുകൊണ്ട് തിരിച്ചറിഞ്ഞു. അത് തുടർച്ചയുടെ പേരാണ്, തലമുറകളുടെ കൈമാറ്റത്തിൻ്റെ പേരാണ്, മൂല്യങ്ങൾ മാറാതെ കാലം മാറിയതിൻ്റെ പേരാണ്. ആ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ ആരും അതേ ആളായി മടങ്ങുന്നില്ല. കാരണം ചരിത്രം നേരിൽ കണ്ടാൽ ഉത്തരവാദിത്വം സ്വാഭാവികമായി നമ്മളിലേക്ക് മാറും. നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചിലർ അവരുടെ നാളേക്കായി അന്ന് തീരുമാനങ്ങൾ എടുത്തത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ ചരിത്രം കാണാൻ കഴിഞ്ഞത്. അതേ ചോദ്യം ഇനി നമ്മോട് കാലം ചോദിക്കുന്നു. അറിവ് പകർന്നു നൽകാൻ നമുക്ക് എന്തുണ്ട്? മൂല്യങ്ങൾ നിലനിർത്താൻ നമുക്ക് എന്തുണ്ട്? സമൂഹത്തോട് ഉത്തരവാദിത്തം കാണിക്കാൻ നമുക്ക് എന്തുണ്ട്? ഈ ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തുമ്പോഴാണ് 100ാം വാർഷികം യഥാർത്ഥ അർത്ഥം നേടുന്നത്. വിളിച്ചാലെങ്ങനെ നമ്മൾ പോവാതിരിക്കും? സമസ്ത വിളിച്ചാലെങ്ങനെ നമ്മൾ പോവാതിരിക്കും? ഇൻസ്റ്റയിലുണ്ടോ? എന്താ എൻ്റെ ഇൻസ്റ്റൻ്റെ പേജിൻ്റെ എന്താ ഉള്ളത്? പറ, പേജിൻ്റെ പേരോ? ഇത് നബീൽ നബ്ജം. എവിടെ സ്ഥലം? മലപ്പുറം. മലപ്പുറം എവിടെ? ഏകദേശം 4-ാം തീയതി മുതൽ ഈ സമസ്ത സമ്മേളനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ആഷിഖ് റഹ്മാനി തൃപ്പങ്ങോട്ടൂരിനെ ഈ എക്സ്പോയെക്കുറിച്ച് 3 വാക്ക് സംസാരിക്കുന്നു. എക്സ്പോയെക്കുറിച്ച് പറയുമ്പോൾ ചരിത്ര സമ്മേളനം, സമസ്ത സെഞ്ചുറി കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തെമ്പാടും വളരെയധികം പ്രശസ്തമായ ചരിത്ര സമ്മേളനത്തിന് വലിയ രീതിയിൽ വിജയിപ്പിക്കാൻ ഒരു കാരണമായത് നമ്മൾ ഗ്ലോബൽ എക്സ്പോ എന്ന് പറയാൻ കഴിയും. കാരണം ഇസ്ലാമിൻ്റെ ചരിത്രം അത് വരച്ച് കാണിക്കുകയും അല്ലെങ്കിൽ ചിത്രങ്ങളിലൂടെയും പിന്നെ അതേപോലെ തന്നെ അത് കൃത്യമായിട്ട് കാണികളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഇവരത് സംവിധാനിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ഒരേ ലക്ഷ്യത്തോടെ ഒത്തുകൂടുമ്പോൾ
അതിനു പിന്നിൽ കാണാനാകാത്ത ഒരു വലിയ സംഘടനാ ശക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഈ മഹാസമ്മേളനത്തിൻ്റെ ഓരോ നിമിഷത്തിലും ആ മികവ് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. പ്രവേശന കവാടങ്ങളിൽ നിന്നു തന്നെ ക്രമവും ശാന്തതയും അനുഭവമായി. വഴിനിർദ്ദേശങ്ങൾ, സേവന സന്നദ്ധർ, സഹായ ഡെസ്കുകൾ എല്ലാം വ്യക്തമായ ചുമതലകളോടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. വലിയ തിരക്കിനിടയിലും ഒരു അശാന്തത എവിടെയും കാണാനില്ല. കാരണം ഓരോ ചെറിയ കാര്യവും മുൻകൂട്ടി ചിന്തിച്ച ഒരു സംഘടനാ ദർശനം ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ഇതെല്ലാം ഒരാളുടെയല്ല, ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ്. ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാലയളവല്ല. ഇത്രയേറെ കാലം പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി ഈ പ്രസ്ഥാനം നിലനിന്നതിനു പിന്നിൽ ഈ സംഘടനയെ നാളിതുവരെ നയിച്ച പണ്ഡിതശ്രേഷ്ഠന്മാരുടെ എല്ലാം സംഭാവനകളുണ്ട്. പണ്ഡിതന്മാരുമായുള്ള സംസർഗമാണ് നമ്മുടെ വിജയം എന്ന് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ. ആയതുകൊണ്ട് ഈ സംസ്ഥയ്ക്ക് എന്താവശ്യം എപ്പോഴുണ്ടോ വിനീതനായ ഞാൻ ആ സംസ്ഥ ഇവിടെ ഉണ്ടാകുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഇതിൽ മനോഹരമായൊരു പള്ളി 7.5 കോടി റുപ്യാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ പള്ളി തങ്ങളതിൽ ഇനി കൂടിയാലും ശരി, ആ പള്ളി ഞാൻ പണിത് തരും. സംസ്ഥ കേരള ജമീയത്തുൽ ഉലമയുടെ കീഴിലുള്ള സംസ്ഥ മതവിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള എൻ്റെ മരണപ്പെട്ടു പോയ പിതാവ് പ്രസിഡന്റായ നാട്ടിക ഷൗക്കത്തുൽ ഇസ്ലാം മദ്രസയിലാണ് ഞാൻ പഠിച്ചത്. അതായത് ഈ മദ്രസ പഠിപ്പ് എന്ന് പറയുന്നത്. ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത് ആ ഉമ്മത്തിന്റെ ദീനിയായ കാര്യങ്ങള് അത് നിയന്ത്രിക്കേണ്ടവർ സമസ്ത തന്നെയാണ്. ജമീയത്തുൽ ഉലമയിൽ നിന്നും വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ മതസംഘടനയിലേക്ക് മടങ്ങി വരണം. നമ്മള് ഗർവാഫസീന്നൊക്കെ കേട്ടിട്ട് നമ്മൾ പറയുന്നത് വിട്ടുപോയ എല്ലാ സുന്നി സംഘടനകളും അവർ സമസ്തയുടെ ജമീയത്തുൽ ഉലമ എന്ന് പറഞ്ഞ മാതൃസംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം. സംസ്ഥയുടെ 100 വർഷങ്ങൾ എന്താണ്, പിന്നിട്ട 100 വർഷങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ശരിയായ ഒരു നഖചിത്രമാണ് തീർച്ചയായിട്ടും കുനിയയിലെ ഈ സമ്മേളനം എന്ന ചരിത്രം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. Today it is a testimony of commitment, of sacrifice, of vision and continuity on this Samta's century-long journey. وكما يعد إنشاء اللجنة العليا المشتركة بين مملكة البحرين وجمهورية الهند تطورا بارزا في إطار توطيد العلاقات الثنائية.